മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഇതാ സഭ തള്ളിയിരിക്കുകയാണ്. ശബ്ദ വോട്ടോടെയാണ് പ്രമേയം തള്ളിയത്. ഇതോടെ ഓം ബിർള സ്പീക്കറായി തന്നെ തുടരും. പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾക്കും വോട്ടെടുപ്പിനും പിന്നാലെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞതാണ്. PR സുനിലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സുനിൽ, ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു ചർച്ച അതിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. ഏതായാലും ഇപ്പോൾ ശബ്ദ വോട്ടോടുകൂടി അവിശ്വാസ പ്രമേയം തള്ളിയിരിക്കുകയാണ്. വിനീത, തീർച്ചയായും വലിയ ബഹളത്തിനിടയിലാണ് ശബ്ദ വോട്ടോടെ ഇപ്പോൾ സ്പീക്കർ ഓം ബിർളയെ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഇപ്പോൾ ലോക്സഭ തള്ളിയിരിക്കുന്നത്. ഇന്ന് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. രാഹുൽ ഗാന്ധിയെ നേരിട്ട് ആക്രമിച്ചായിരുന്നു അമിത്ഷായുടെ പ്രസംഗത്തിലെ ഭൂരിഭാഗം ഭാഗങ്ങളും. രാഹുൽ ഗാന്ധി ഏറ്റവും കുറവ് സഭയിലെത്തുന്ന അംഗമാണ്. മാത്രമല്ല, സഭയിലിരുന്ന് ഗോഷ്ഠി കാണിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഫ്ലൈയിങ് കിസ് നൽകുന്നു, കണ്ണിറുക്കി കാണിക്കുന്നു. ഇത്തരം പ്രവൃത്തികൾക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി സഭയിലെത്തുന്നത്. രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായാണ് രാഹുൽ ഗാന്ധിയുടെ പല നീക്കങ്ങളും എന്നൊക്കെ അമിത്ഷാ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചു. ഇതിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി എഴുന്നേറ്റു. പിന്നീട് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഈ ചർച്ചയ്ക്ക് മറുപടി പറയാൻ കഴിയാത്ത വിധം വലിയ പ്രതിഷേധ കാഴ്ചയാണ് സഭയിൽ കണ്ടത്. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി വലിയ പ്രതിഷേധം ഉയർത്തുന്നതിനിടയിൽ പെട്ടെന്ന് തന്നെ ചെയറിലുണ്ടായിരുന്ന ജഗദാംബിക പാൽ ഈ ഒരു പ്രമേയം ശബ്ദ വോട്ടോടെ പാസാക്കുകയായിരുന്നു. ശബ്ദ വോട്ടോടെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായം ആരൊക്കെ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നു എന്ന് ചോദിച്ചു. ഭരണപക്ഷ അംഗങ്ങൾ കൈയുയർത്തി പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പ്രമേയം പ്രമേയം തള്ളിയതായി പറഞ്ഞുകൊണ്ട് ലോക്സഭ നാളത്തേക്ക് പിരിയുകയായിരുന്നു. അങ്ങനെ പ്രതിപക്ഷം സ്പീക്കർക്കെതിരെ കൊണ്ടുവന്ന പ്രമേയം ഇപ്പോൾ ലോക്സഭ തള്ളിയിരിക്കുകയാണ്. അപ്പോൾ ഓം ബിർള സ്പീക്കറായി തുടരും. ഏതായാലും വലിയ രാഷ്ട്രീയ നീക്കമാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം നടത്തിയത്. ഇന്നലെ ഉച്ചയോടെയാണ് ഈ ഒരു പ്രമേയത്തിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ തുടങ്ങിയത്. ഏതായാലും ചർച്ച ഇന്നിപ്പോൾ വൈകുന്നേരം വരെ പൂർത്തിയാകുമ്പോൾ ഈ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഹുൽ ഗാന്ധിയെ ഉന്നം വെച്ചുകൊണ്ടുള്ള വലിയ ആക്രമണമാണ് നടത്തിയത്. അതിനെ ചെറുക്കാൻ പ്രതിപക്ഷം വലിയ നീക്കം നടത്തി. അത് വലിയ ബഹളമായി. ഏതായാലും നാളെയും ഇപ്പോൾ അമിത്ഷാ മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയായിരിക്കും പ്രതിപക്ഷം തയ്യാറാവുക. അമിത്ഷാ രാഹുൽ ഗാന്ധിക്കെതിരെ മോശം പരാമർശം നടത്തി, ഇങ്ങനെയല്ല സഭയിൽ സംസാരിക്കേണ്ടത് എന്ന വാദം ശക്തമാക്കിക്കൊണ്ട് നാളെയും വലിയ പ്രതിഷേധം ഉയർത്താനായിരിക്കും ഇനി പ്രതിപക്ഷത്തിന്റെ നീക്കം. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ അവിശ്വാസ നോട്ടീസ് നൽകിയതിന് തൊട്ട് പിന്നാലെ സഭയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ഓം ബിർള. ഏതായാലും അവിശ്വാസ പ്രമേയം ഇപ്പോൾ ലോക്സഭ തള്ളിയതോടെ നാളെ സ്പീക്കറായി ലോക്സഭയിൽ സഭാ നടപടികൾ നിയന്ത്രിക്കാൻ ഓം ബിർള എത്തും. ശരി, ഏതായാലും ഇനിയും പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.